ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ഒരു സപ്പോർട്ടർ അയച്ച ഒരു മെസ്സേജ് ഞാൻ വായിക്കാം. ഇന്നത്തെ വീഡിയോ അത് ബേസ് ചെയ്തായിരിക്കും. സാർ, ഫസ്റ്റ് ഇയേഴ്സിന് ഇന്റേൺഷിപ്പിനെ പറ്റിയുള്ള വീഡിയോ ചെയ്യാവോ? CV ക്ലിയറായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയാണ്, ഇന്റേൺഷിപ്സ് അറ്റ് ലോ കോളേജ്. അപ്പോൾ 2024 അഡ്മിഷൻ എടുത്ത 5 ഇയർ LLB സ്റ്റുഡൻസിനും 3 ഇയർ LLB സ്റ്റുഡൻസിനും ഈ വരുന്ന ഏപ്രിൽ മെയ് ആണ് ഇന്റേൺഷിപ്പ് പീരീഡ് വരുന്നത്. ഒരു ഫ്രഷേഴ്സിനെ സംബന്ധിച്ചോളം എന്താണ് ഇന്റേൺഷിപ്പ് എങ്ങനെ ചെയ്യുക, ഇന്റേൺഷിപ്പ് റിപ്പോർട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക, എവിടേക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡൗട്ട്സ് ഒക്കെ ക്ലാരിഫൈ ചെയ്യുന്നതിനുള്ളൊരു കണ്ടന്റ് ആപ്പ്. അപ്പൊ നമുക്ക് വീഡിയോ തുടങ്ങാം. എന്താണ് ഇന്റേൺഷിപ്പ്? വാട്ട് ഈസ് ഇന്റേൺഷിപ്പ്? നമ്മൾ 5 ഇയർ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, 3 ഇയർ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അവരുടെ കോഴ്സ് പീരീഡിൽ മാൻഡേറ്ററി ആയിട്ട് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ആണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓപ്ഷണൽ അല്ല, മാൻഡേറ്ററി ആണ്. ഓക്കെ, അപ്പോൾ ഇന്റേൺഷിപ്പ് സമയത്ത് നമ്മൾ ഡെയിലി ബേസിസിൽ ഒരു സ്ഥലത്ത് പോകുന്നു. ലീഗൽ അഫയേഴ്സ് ഒക്കെ ഡീൽ ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഡെയിലി ബേസിസിൽ നമ്മൾ പോകുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നു. എന്നിട്ട് നമ്മളൊരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ആ ഇന്റേൺഷിപ്പ് പീരീഡ് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് അവർ തരുന്നു. ആ സർട്ടിഫിക്കറ്റും റിപ്പോർട്ടും നമ്മൾ കോളേജിൽ സബ്മിറ്റ് ചെയ്യുന്നു. എന്നിട്ട് 5 ഇയറിന് ശേഷം, 3 ഇയർ ആണെങ്കിൽ 3 ഇയറിന് ശേഷം, 5 ഇയർ ആണെങ്കിൽ 5 ഇയറിന് ശേഷം ഒരു വൈവ, 100 മാർക്കിന്റെ ഒരു വൈവ ഉണ്ടാവും. അപ്പോൾ അതാണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ കോഴ്സ് പീരീഡിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ആണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ യൂണിവേഴ്സിറ്റിയുടെ ലേറ്റസ്റ്റ് റെഗുലേഷൻ നമുക്ക് നോക്കാം. ഇന്റേൺഷിപ്പ് എങ്ങനെ ചെയ്യണം, എത്ര പീരീഡ് വേണം, അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. അതിന് നമുക്ക് 5 ഇയറിനെ നമുക്ക് നോക്കാം. 5 ഇയറിന്റെ റെഗുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഈച്ച് രജിസ്റ്റേർഡ് സ്റ്റുഡന്റ് ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് എ മിനിമം ഓഫ് 20 വീക്സ് ഓഫ് ഇന്റേൺഷിപ്പ്. 5 ഇയറിന്റെ കോഴ്സ് പീരീഡ് എന്ന് പറയുന്നത് 5 വർഷമാണ്. അപ്പൊ 5 വർഷത്തിൽ ടോട്ടൽ 20 വീക്സ് ഓഫ് ഇന്റേൺഷിപ്പ് ചെയ്തിരിക്കണം. അതായത് ഈച്ച് ഇയർ 4 വീക്സ് ഓഫ് ഇന്റേൺഷിപ്പ്. ഓക്കെ, 5 into 4 20, ഈച്ച് ഇയർ 4 വീക്സ് ഓഫ് ഇന്റേൺഷിപ്പ്. ഇപ്പൊ പൊതുവെ നമ്മുടെ ലോ കോളേജിലൊക്കെ കുട്ടികള് 28 ദിവസത്തിന്റെ ഇന്റേൺഷിപ്പ് ആണ് ചെയ്യുന്നത്. 28 ഡേയ്സിന്റെ ഇന്റേൺഷിപ്പ് ആണ് ചെയ്യുന്നത്. ചിലപ്പോ 28 ഡേയ്സും ഒരു സ്ഥലത്ത് ചെയ്യും, അല്ലെങ്കിൽ സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് 14 ഡേയ്സ് ഒരു സ്ഥലത്ത് ചെയ്യും, 14 ഡേയ്സ് വേറെ സ്ഥലത്ത് ചെയ്യും. അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് പോലെ, അതുപോലെ തന്നെ കോളേജിന് തരുന്ന ഡയറക്ഷൻ അനുസരിച്ച് ഈ പീരീഡിൽ നമുക്ക് എവിടേക്ക് ചെയ്യാൻ പറ്റുന്നു, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട് നമുക്ക് NGOs ചെയ്യാം. NGOs ചെയ്യാം. ട്രയൽ ആൻഡ് അപ്പലേറ്റ് അഡ്വക്കേറ്റ്സ്, അതായത് ട്രയൽ കോടതികളിൽ, അപ്പീൽ കോടതികളിലും പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ്സിന്റെ ഓഫീസിൽ നമുക്ക് ചെയ്യാം. ജുഡീഷ്യറിയിൽ നമുക്ക് ചെയ്യാം. ഈ ജഡ്ജിന്റെ ചേംബറിലൊക്കെ നമുക്ക് ചെയ്യാം. അതുപോലെ ലീഗൽ റെഗുലേറ്ററി അതോറിറ്റീസിൽ നമുക്ക് ചെയ്യാം. പിന്നെ ലെജിസ്ലേച്ചർ ആൻഡ് പാർലമെന്റിൽ നമുക്ക് ചെയ്യാം. ട്രിവാൻഡ്രത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലൊക്കെ നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. അതർ ലീഗൽ ഫംഗ്ഷണറീസ് ആൻഡ് മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലോ ഫേംസ്, അതുപോലെ കമ്പനീസിൽ നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റൽ ബോഡീസ്, ഈ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്ത്, ഇവിടെയൊക്കെ നമുക്ക് ചെയ്യാം. ലീഗൽ അഫയേഴ്സ് ഉള്ള ഏതൊരു സ്ഥലത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. ഇതാണ് 5 ഇയറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് യൂണിവേഴ്സിറ്റി റെഗുലേഷൻ. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. നമുക്ക് ഇനി പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പ്രൊവൈഡ് ദാറ്റ് ഇന്റേൺഷിപ്പ് ഇൻ എനി ഇയർ കനോട്ട് ബി ഫോർ എ കണ്ടിന്യൂസ് പീരീഡ് ഓഫ് മോർ ദാൻ 4 വീക്സ്. അതായത് 4 ആഴ്ചയിൽ കൂടുതൽ ആയിരിക്കരുത് നമ്മുടെ ഇന്റേൺഷിപ്പ്. നമ്മുടെ റെഗുലേഷൻ പ്രകാരം ടോട്ടൽ 20 വീക്സും ഒരു വർഷം 4 വീക്സ്. ആ 4 വീക്സിൽ കൂടുതൽ ആവരുത്. പിന്നെ അതുപോലെ തന്നെ the student should at least have gone through once in the entire academic period with a trial and appellate advocates. അതായത് ടോട്ടൽ 5 വർഷത്തില് ഒരു ഇന്റേൺഷിപ്പ് എങ്കിലും നമ്മൾ അഡ്വക്കേറ്റ്സ് ഓഫീസ് ചെയ്തിരിക്കണം. അത് ട്രയൽ കോടതികളോ അപ്പീൽ കോടതികളോ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ്സിന് കീഴിൽ ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ട് റെഗുലേഷനിൽ പറയുന്നുണ്ട്. പിന്നെ നോർമലി സമ്മർ വെക്കേഷനിലാണ് ഇന്റേൺഷിപ്സ് ചെയ്യുന്നത്. ഇതാണ് 5 ഇയറിന്റെ യൂണിവേഴ്സിറ്റി റെഗുലേഷൻ. നമുക്ക് 3 ഇയറിന്റെ യൂണിവേഴ്സിറ്റി റെഗുലേഷൻ നമുക്ക് നോക്കാം. 3 ഇയറിന്റെ യൂണിവേഴ്സിറ്റി റെഗുലേഷൻ എന്ന് പറയുന്നത്, each registered student should have completed minimum of 12 weeks of internships. 3 ഇയർ എന്ന് പറയുന്നത് 3 വർഷ കാലാവധി. ഈ 3 വർഷത്തിൽ 12 വീക്കിന് ഇന്റേൺഷിപ്പ് ചെയ്യണം. അതായത് ഈച്ച് ഇയർ എത്ര വീക്ക് ആയിരിക്കണം? 4 വീക്സ് പെർ ഇയർ. ഈച്ച് ഇയർ 4 വീക്സ്, അങ്ങനെ ടോട്ടൽ 12 വീക്സ് ഓഫ് ഇന്റേൺഷിപ്പ് എന്ത് ചെയ്യണം, ചെയ്തിട്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾ നോർമലി 28 ഡേയ്സോ ഇന്റേൺഷിപ്പ് ചെയ്യും, അല്ലെങ്കിൽ 14 സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ 3 ഇയറിന് എവിടെയൊക്കെ ചെയ്യണം എന്നുള്ളത് യൂണിവേഴ്സിറ്റി റെഗുലേഷനിൽ പറയാം. നമ്മൾ 5 ഇയറിൽ പറഞ്ഞ പോലെ തന്നെയാണ്, സെയിം സാധനം തന്നെ. NGOs ചെയ്യാം, ട്രയൽ ആൻഡ് അപ്പലേറ്റ് അഡ്വക്കേറ്റ്സ് ചെയ്യാം, ജുഡീഷ്യറി ചെയ്യാം, ലീഗൽ റെഗുലേറ്ററി അതോറിറ്റീസ് ചെയ്യാം, മറ്റേ ലെജിസ്ലേറ്റീവ് അസംബ്ലി, പാർലമെന്റ് ചെയ്യാം, അതുപോലെ കമ്പനീസ് ചെയ്യാം, ലോക്കൽ സെൽഫ് ഗവൺമെന്റൽ ബോഡീസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ 3 ഇയറിന്റെ റെഗുലേഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എല്ലാ സ്റ്റുഡൻസും ഒരു ഇന്റേൺഷിപ്പ് ഡയറി അല്ലെങ്കിൽ റെക്കോർഡ് കീപ്പ് അപ്പ് ചെയ്യണം. അത് നമ്മൾ എന്തെങ്കിലും വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ
അത് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ റെക്കോർഡിൽ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ എൻറ്റർ ചെയ്യണം. അതുപോലെ അതിനിട്ട് 50 മാർക്സ് ഉണ്ട്. അതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇനിയും അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട, നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം. അതിനെ പറ്റിയാണ് ഞാൻ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തെ പറയുന്നത് സെലക്ഷൻ ഓഫ് പ്ലേസ് ടു ഡു ഇന്റേൺഷിപ്പ്. ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. പലരും തമാശ രീതിയിലൊരു ചടങ്ങിന് ഇന്റേൺഷിപ്പ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഈ ലോ കോളേജിൽ പഠിക്കുമ്പോൾ ഈ ലീഗൽ ഫീൽഡ് എങ്ങനെയാണെന്നും അതിന്റെ വർക്കിംഗ് എങ്ങനെ അറിയാനുള്ള ഏറ്റവും ബെസ്റ്റ് ചാൻസ് എന്ന് പറയുന്നത് ഇന്റേൺഷിപ്പാണ്. അപ്പൊ ഇന്റേൺഷിപ്പ് ഒക്കെ ഏറ്റവും അടിപൊളിയായി ചെയ്യുക, എൻജോയ് ചെയ്യുക. അതായത് അതൊരു ചാൻസ് ആണ്, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ ഇന്റേൺഷിപ്പ് നല്ല നല്ല സ്ഥലങ്ങളിൽ ചെയ്യുമ്പോൾ നമുക്ക് വലിയ വലിയ ആൾക്കാരായിട്ട് പരിചയങ്ങളാവും, കോണ്ടാക്ട്സ് ഒക്കെ, അതൊക്കെ നമുക്ക് ഫ്യൂച്ചറിന് എന്തെങ്കിലും ഗുണം ചെയ്യും. അപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് ചെയ്യാൻ തന്നെ ശ്രമിക്കും. ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ നേരത്തെ വായിച്ചില്ല ആ ലിസ്റ്റ് തന്നെ. നമുക്ക് കോടതികളിൽ ചേംബറുകളിൽ നമുക്ക് ജഡ്ജിന്റെ ചേംബറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഹൈക്കോടതിയിൽ ജഡ്ജിന്റെ ചേംബറിൽ ചെയ്യാൻ പറ്റും. ഹൈക്കോടതിയിൽ തന്നെ ഒരുപാട് ഓഫീസുണ്ട്. അതുപോലെ തന്നെ ലീഗൽ സർവീസ് അതോറിറ്റീസിൽ ഒരുപാട് കെൽസി ഉണ്ട്, DLSA ഉണ്ട്. നമുക്ക് അവിടെയൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ തിരുവനന്തപുരത്ത് ഒരുപാട് സർക്കാർ ഓഫീസുകളുണ്ട്. അവിടെ ലീഗൽ ആയിട്ടുള്ള അഫയേഴ്സ് ഡീൽ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ചെയ്യാം. നമുക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലി, നിയമസഭയിൽ നമുക്ക് ചെയ്യാം. നമുക്ക് ഇഷ്ടംപോലെ നമ്മുടെ കളക്ടറേറ്റുകളിൽ എന്തോരം ഓഫീസുകളുണ്ട്. നമുക്ക് അത് അവിടെ ലീഗൽ അഫയേഴ്സ് ഉള്ള ഓഫീസുകളിൽ ചെയ്യാം. നമുക്ക് ലേബർ ഓഫീസിൽ ചെയ്യാം. നമുക്ക് അങ്ങനെ ഒരുപാട് പ്ലേസസ് ഉണ്ട്. അപ്പോൾ ഏതാണ് സ്ഥലം സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് അത് ഡിപ്പെൻസ് ഓൺ ഫാക്ട്. ഇപ്പൊ ചില കോളേജുകളിലെ ടീച്ചർമാർ ഇന്റേൺഷിപ്പ് ചാർജുള്ള ടീച്ചർ പറയും ഇന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾ ചെയ്യണം. അപ്പൊ പിന്നെ വേറെ വഴിയിൽ അവിടെ തന്നെ ചെയ്യണം. ചില ടീച്ചർമാർ നമുക്ക് ഇഷ്ടമുള്ള ചെയ്തോ, അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. അപ്പൊ ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് ചെയ്യാം. ഏറ്റവും നല്ല എക്സ്പീരിയൻസ് നിങ്ങൾ അക്യൂർ ചെയ്തെടുക്കുക. രണ്ടാമത്തെ കാര്യം, ടേക്ക് ഡ്യൂ അഡ്വൈസ് ഫ്രം യുവർ ടീച്ചർ ഇൻ ചാർജ് ഓഫ് ഇന്റേൺഷിപ്പ്. എല്ലാ കോളേജുകളിലും ഇന്റേൺഷിപ്പ് ചാർജുള്ള ടീച്ചർ, ആ ടീച്ചറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കോൺടാക്ട് വയ്ക്കുക, അവരായിട്ട് സംസാരിക്കുക. ഓക്കെ, അവർക്ക് അവരുടെ എക്സ്പീരിയൻസിൽ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാണ്ടാവും. ഓക്കെ, അവർക്ക് ഒരുപാട് കോൺടാക്ട്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് കിട്ടാൻ എന്ത് ചെയ്യുക, എളുപ്പമായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് അവരായിട്ട് സംസാരിക്കുക, അവരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ എല്ലാവരും ആ ഇന്റേൺഷിപ്പ് ചാർജുള്ള ടീച്ചറായിട്ട് സംസാരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇന്റേൺഷിപ്പ് ചെയ്യാൻ ഒരു സ്ഥലത്ത് നമ്മൾ പോകുന്നു, നമ്മൾ വെറുതെ അവിടെ കൈ വീശി പോവല്ല ചെയ്യുന്നത്, ഇല്ലേ? നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോയി തുടങ്ങുന്നതിന് മുന്നേ കൃത്യമായിട്ട് നോട്ട്ബുക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കയ്യിൽ വെക്കുക. അവിടെ പോവുക, അവിടെ കാണുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അവിടെ പോയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അത് ചില ടീച്ചർമാർക്ക് ഡേ വൈസ് റിപ്പോർട്ട് വേണം, ചിലവർക്ക് കംപ്ലീറ്റ് എൻ്റയർ റിപ്പോർട്ട് മതി. ഓക്കെ, അപ്പൊ ആ റിപ്പോർട്ട് ഭയങ്കര പ്രധാനപ്പെട്ട. ആ റിപ്പോർട്ട് നമ്മൾ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്ത ആ ബോഡിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടും ഇന്റേൺഷിപ്പിന്റെ. ആ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ഒപ്പം നമ്മൾ സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് ഫൈനൽ ഇയറിൽ 100 മാർക്കിന്റെ വൈവയുണ്ട്. അപ്പൊ ആ ഇന്റേൺഷിപ്പ് റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഡേ വൈസ് റിപ്പോർട്ട് വേണോ, അല്ലെങ്കിൽ ടീച്ചർ കംപ്ലീറ്റ് ആയിട്ട് ഒരു റിപ്പോർട്ട് മതിയോ എന്നൊക്കെ ടീച്ചറോട് ചോദിച്ച് കൃത്യമായിട്ട് അവരായിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ബിൽഡ് യുവർ CV ആൻഡ് എൻ്റർ ഇൻ ടു കോർപ്പറേറ്റ് ഫീൽഡ്. LLB കഴിഞ്ഞ് കോർപ്പറേറ്റ് ലോ ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ ഇന്റേൺഷിപ്പിന് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം കോർപ്പറേറ്റ് വേൾഡിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യണമെങ്കിൽ നമ്മളിത് ചോദിക്കുന്നത് CV ആയിരിക്കും. ആ CVയിൽ കൃത്യമായിട്ട് അവർ നോക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലിപ്പോ നിങ്ങൾ ഇന്ന കോളേജിൽ നിന്ന് പാസ് ഔട്ടായി, ഇത്ര മാർക്ക് കിട്ടി, അതൊന്നും നല്ല വലിയ മാറ്റർ ചെയ്യുന്നത്. നിങ്ങൾ കോഴ്സ് പീരീഡിൽ എന്തൊക്കെ ചെയ്തു, നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അതുപോലെ തന്നെ എവിടെയൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്തു, അതുപോലെ തന്നെ എന്തൊക്കെ സ്കില്ല് നിങ്ങൾ അക്യൂർ ചെയ്തു, അതൊക്കെ മെയിൻ ആയിട്ട് അവർ നോക്കും. റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാർ അത് മെയിൻ ആയിട്ട് നോക്കും. അപ്പോൾ കോർപ്പറേറ്റ് ലോ ഫീൽഡിലേക്കാണ് എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് നല്ല നല്ല സ്ഥലങ്ങൾ, വലിയ വലിയ ലോ ഫേംസ്, കമ്പനീസിലൊക്കെ ചെയ്ത് കൃത്യമായിട്ട് ഇന്റേൺഷിപ്പ് സീരിയസ്നെസ്സോടെ എടുക്കുക, CV ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, CV ആണ് കോർപ്പറേറ്റ് ലോ ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ CV നല്ലൊരു CV വേണം. അപ്പൊ ആ CVയിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്റേൺഷിപ്പ്. ആ ഇന്റേൺഷിപ്പ് നല്ല നല്ല അടിപൊളി സ്ഥലങ്ങളിൽ ചെയ്യുക, നല്ല നല്ല വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് അക്യൂർ ചെയ്ത് എടുക്കുക. ഓക്കെ, അടുത്തത് ഹൗ ടു പ്രിപ്പയർ റിപ്പോർട്ട് ആണ്. ഇന്റേൺഷിപ്പ് നിങ്ങൾ ഡെയിലി ബേസിസിൽ നിങ്ങൾ ഒരു സ്ഥലത്ത് പോകുന്നു. അപ്പൊ നിങ്ങൾക്ക് പോകുന്നതിന് മുന്നേ കൃത്യമായിട്ട് നോട്ട്ബുക്ക് കൈ വെക്കാം. പിന്നെ ഡേ വൈസ് റിപ്പോർട്ട് വേണോ, കംപ്ലീറ്റ് റിപ്പോർട്ട് വേണോ, നിങ്ങളുടെ ഇന്റേൺഷിപ്പ് ടീച്ചറായിട്ട് ചോദിക്കാം. ഡേ വൈസ് റിപ്പോർട്ടാണ് വേണമെങ്കിൽ കൃത്യമായിട്ട് ആ ഡേയിൽ നിങ്ങൾ പോകുമ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായി അതാണ് എഴുതേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഇപ്പൊ ചിലവർ കണ്ടിട്ട് നമ്മൾ കോടതി വന്നിട്ട് അവിടെ ബെഞ്ച് ക്ലർക്കുമാര് കേസ് നമ്പറുകൾ വിളിക്കും. ആ കേസ് നമ്പറുകൾ വെറുതെ എഴുതി വെക്കും. അതിനൊരു കാര്യമില്ല. ഓക്കെ, ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ മുൻസിഫ് കോടതി പോകുന്നു. മുൻസിഫ് കോടതി പോകുമ്പോൾ ആദ്യം മുൻസിഫ് കോടതി EP-കളെ വിളിക്കാം. EP കഴിഞ്ഞ് OS-കൾ വിളിക്കാം. അപ്പൊ നിങ്ങൾ ആ വിളിക്കുന്നതിന്റെ രീതി എങ്ങനെയാണ്, ഏത് കേസുകൾ ആദ്യം വിളിക്കുന്നത്, പിന്നെ അത് കഴിഞ്ഞ് ഏത് കേസുകൾ, എങ്ങനെയാണ് കോടതിയുടെ വർക്കിംഗ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? എന്നിട്ട് അത് എഴുതിയെടുക്കാൻ പറ്റില്ലേ? EP, EP-യുടെ ഫുൾ ഫോം എന്താ? OS-ന്റെ ഫുൾ ഫോം.
അതൊക്കെ വൈബേല് ചോദിക്കും. അപ്പൊ ആ പോയ സ്ഥലത്ത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അതാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് അറിയാത്ത ടെക്നിക്കാലിറ്റീസ് ഒന്നും എഴുതി വെക്കാണ്ടിരിക്കുക. അവിടെ പോയത് കൊണ്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്ന് മാത്രം എന്ത് ചെയ്യുക, ഇന്റേൺഷിപ്പ് റിപ്പോർട്ടിൽ എഴുതാൻ നിങ്ങൾ ശ്രമിക്കുക. ബാക്കി നിങ്ങളുടെ ടീച്ചർ പറയുന്ന പോലുള്ള കാര്യങ്ങൾ എൻക്ലോസ് ചെയ്ത് പോവുക. ഓക്കെ, പിന്നെ സ്പ്ലിറ്റ് അപ്പ് ഓർ ഇന്റേൺഷിപ്പ്. ഇന്റേൺഷിപ്പ് ഞാൻ പറഞ്ഞു, ഒരു വർഷം 28 ദിവസത്തെ 4 weeks 28 days ആണ് പൊതുവെ ചെയ്യുക. 28 days നിങ്ങൾ സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് ചെയ്യുക. 14 ആയിട്ട് 2 സ്ഥലങ്ങളിൽ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യുക, ബെറ്റർ എക്സ്പീരിയൻസ്, കൂടുതൽ എക്സ്പീരിയൻസ്, കോൺടാക്ട്സ്, പരിചയങ്ങൾ കിട്ടും. അതായത് ബെറ്റർ എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടും. 2 സ്ഥലത്ത് ചെയ്യുമ്പോൾ എന്താണ്, കൂടുതൽ എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് ചെയ്യാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. പിന്നെ അടുത്തത് പ്രോപ്പർ അറ്റയർ ആൻഡ് ഡിസിപ്ലിൻ. നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ കൃത്യമായിട്ടൊരു പ്രോപ്പർ അറ്റയർ, നമ്മൾ വൈറ്റ് ബ്ലാക്കിലായിരിക്കണം, നമ്മുടെ ID കാർഡ് നമ്മൾ കൊണ്ടുപോകണം, അതുപോലെ തന്നെ ഡിസിപ്ലിൻഡ് ആയിരിക്കണം കൃത്യമായിട്ട്. ഓക്കെ, നമ്മുടെ സമൂഹം നമ്മളെ ഉറ്റുനോക്കുക. വി ആർ സോഷ്യൽ എഞ്ചിനീയേഴ്സ് അല്ലേ. അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ലോ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് സോഷ്യൽ എഞ്ചിനീയേഴ്സ് ആണ്. അപ്പൊ നമ്മളെ കൃത്യമായിട്ട് സമൂഹം നമ്മളെ കൃത്യമായിട്ട് ഉറ്റുനോക്കും ഇല്ലേ. നമ്മൾ ഭയങ്കര ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ പെരുമാറുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മൾ അവിടെ വിലയിരുത്തി കളയും. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് കോടതിയിലൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ഫോൺ സൈലന്റ് ആക്കി കയറുക. ഓക്കെ, കൃത്യമായിട്ട് അവിടെ ആ ബോഡിയിൽ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിക്കുക. പിന്നെ അടുത്തത് പ്ലാൻ ആൻഡ് ഷുഡ് ബി അലൈൻഡ് വിത്ത് ഫ്യൂച്ചർ പ്ലാൻസ്. നമ്മൾ ഇന്റേൺഷിപ്പുകൾ പ്ലാൻ ചെയ്യുമ്പോൾ എപ്പോഴും 3 അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞ് എന്താ ചെയ്യാൻ പോകുന്നത് അതും കൂടെ നിങ്ങളുടെ മൈൻഡിൽ വേണം. നിങ്ങൾ 5 വർഷം കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ, 3 വർഷം കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ പോകണമെങ്കിൽ കൃത്യമായിട്ട് അഡ്വക്കേറ്റ്സ് ഓഫീസിൽ ഇന്റേൺഷിപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തോ അതിനനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഇന്റേൺഷിപ്പ് പ്ലാനുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ അടുത്തത് ഏറ്റവും ലാസ്റ്റ് അപ്ലിക്കേഷൻ പ്രോസസ്സ്. അപ്ലിക്കേഷൻ പ്രോസസ് എങ്ങനെയാണ് ഇന്റേൺഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇന്റേൺഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ നോർമലി നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഇന്റേൺഷിപ്പ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തൃശ്ശൂർ ലേബർ ഓഫീസിൽ ഇന്റേൺഷിപ്പ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ലേബർ ഓഫീസിൽ പോയി സംസാരിക്കണം. ഇതുപോലെ ഞാൻ ഇന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടിയാ, എനിക്ക് ഇന്ന ഇന്റേൺഷിപ്പ് ചെയ്യണം, ഇന്ന ദിവസത്തിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവിടെ ഇന്റേൺഷിപ്പ് അവൈലബിൾ ആണോ, അവിടെ ഇന്ന ഡേറ്റുകൾ, കാരണം ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്, അപ്പൊ ഇന്ന ഡേറ്റുകൾ ഇന്റേൺഷിപ്പ് അവൈലബിൾ ആണോ എന്നുള്ള കാര്യങ്ങൾ അവർ പറയും. അപ്പൊ ആദ്യം എവിടെയാണ് നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യണം അവിടെ പോയി നിങ്ങൾ സംസാരിക്കുക. ഇന്റേൺഷിപ്പിന് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് അവര് ഇന്റേൺഷിപ്പ് തരാൻ വില്ലിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യണം, അത് നിങ്ങൾ കോളേജിൽ അറിയിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കോളേജിൽ നിന്ന് കൺസൾട്ട് ലെറ്റർ കിട്ടും. കോളേജിൽ കൺസൾട്ട് ലെറ്റർ കൊണ്ട് അവിടെ കൊടുത്താൽ അവര് എന്ന് തൊട്ടാ വന്ന് തുടങ്ങേണ്ട ഡേറ്റും കാര്യങ്ങളും അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവർ പറയും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നോർമലി ആപ്ലിക്കേഷൻ പ്രോസസ്സ്. ഇനിയിപ്പോൾ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ടീച്ചറായിട്ട്, നിങ്ങളുടെ ഇന്റേൺഷിപ്പ് ചാർജ് ടീച്ചറായിട്ട് കോൺടാക്ട് ചെയ്യാം, എന്നിട്ട് അതിന്റെ കാര്യങ്ങൾ ചെയ്യാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ആഡ് ചെയ്യാം. ടെലഗ്രാം ചാനൽ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. പ്രത്യേകിച്ച് LLB ഡിഗ്രി കഴിഞ്ഞിട്ട് കോർപ്പറേറ്റ് ഫീൽഡിലേക്കാണ് എൻ്റർ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ഇന്റേൺഷിപ്പിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, ഇന്റേൺഷിപ്പ് നമ്മുടെ CV ബിൽഡപ്പ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്റേൺഷിപ്പ് ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ ചെയ്യുക, അവിടെ സർട്ടിഫിക്കറ്റ് അക്യൂർ ചെയ്യുക, അത് വെച്ച് കൃത്യമായിട്ട് CV ബിൽഡപ്പ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഒരുപാട് കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയ വീഡിയോസ് ഒക്കെ നമ്മൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റേൺഷിപ്പിനായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ടെലഗ്രാം ചാനലിൽ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ചാനലിലൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ബയോയിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്തിടാം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മെയിൻ ആയിട്ട് നമ്മൾ ഇതിൽ കവർ ചെയ്യാൻ നമ്മുടെ കണ്ടന്റ്സ് ഒക്കെ ഹെൽപ്ഫുൾ ആയി ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. താങ്ക് യു.